വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. മന്ത്രിമാരുടെ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. മരണസംഖ്യ 168ആയി. 1000-ലേറെ ആളുകളെ ഇതിനോടകം രക്ഷപ്പെടുത്തി കഴിഞ്ഞു. 200-ലേറെ പേരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. എത്രമാത്രം ആളുകൾ ഈ പ്രദേശങ്ങളിലാകെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് വിവിധ രീതികളാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് നമ്മുടെ ഭരണകൂടങ്ങൾ. ഒന്ന്, റേഷൻ കാർഡുകൾ ബന്ധപ്പെടുത്തി റേഷൻ കാർഡുകളിലൂടെ ആകെ ആളുകളുടെ എണ്ണത്തെ കണ്ടെത്താനുള്ള ശ്രമം. അതുപോലെ തന്നെ ഈ റിസോർട്ടുകളിലും മറ്റുമൊക്കെ ജോലി ചെയ്ത ജീവനക്കാരുടെ എണ്ണം എടുക്കുക. അതുപോലെ തോട്ടങ്ങളിലെ തൊഴിൽ രജിസ്റ്റർ ഉപയോഗിച്ച് അതിൽ നിന്ന് ആളുകളുടെ എണ്ണത്തെ തിട്ടപ്പെടുത്താൻ ശ്രമിക്കുക. ഇങ്ങനെ പല വിധത്തിലൂടെ ആ മേഖലയിലാകെ ഉരുൾപൊട്ടലിൽ പെട്ടുപോയ ആ പ്രദേശങ്ങളിലെ ആകെ ആളുകളുടെ എണ്ണം എടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 200-ലേറെ പേരെ കാണാനുണ്ട് എന്നുള്ളതാണ്. അതേസമയം രക്ഷാപ്രവർത്തനം വളരെ ശക്തമായ തോതിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് ഈ മുണ്ടക്കയിലേക്ക് പോകണമെങ്കിൽ തകർന്ന പാലം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ബെയിലി പാലം എന്നത് മാത്രമാണ് അടിയന്തരമായി സാധ്യമായ ഒരു കാര്യം. അതിനുള്ള പരിശ്രമം സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു. രാവിലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികളൊക്കെ സൈന്യം എത്തിച്ചതും മറ്റും നമ്മൾ കണ്ടതാണ്. അതേസമയം കൂടുതൽ സൈന്യവും അതിനുവേണ്ട സാധനങ്ങളുമൊക്കെയായി കണ്ണൂരിൽ നിന്ന് കൂടുതൽ സൈനിക സേവനം ഇപ്പോൾ ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ബെയിലി പാലം വരുന്നതോടുകൂടി മാത്രമേ ഈ പറഞ്ഞ പോലെ മുണ്ടക്കയിലേക്കും മേലെ മുണ്ടക്കയിലേക്കും ഒക്കെ കൂടുതൽ ആളുകൾക്ക്, ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഇന്നലെ താൽക്കാലികമായി ഉണ്ടാക്കിയ ആ ഒരു സംവിധാനത്തിലൂടെ, അതൊരു പാലം എന്ന നിലയിലൊന്നും പറയാൻ കഴിയില്ല, ഒരാൾക്കും മറ്റും കടന്നു പോകാൻ കഴിയുന്നതാണ് ആ സംവിധാനം. അതിലൂടെ ഈ പറഞ്ഞ മുണ്ടക്കയിലേക്കും മേലെ മുണ്ടക്കയിലേക്കും പോവുകയും അവിടെ തെരച്ചിൽ പല സംഘങ്ങളായി തിരിഞ്ഞ് രാത്രിയും ഇന്ന് രാവിലെ മുതലും ഒക്കെ തുടരുന്ന തെരച്ചിൽ ഉണ്ട്. ആ തെരച്ചിൽ ഇതാ ഇപ്പോൾ സ്ക്രീനിൽ വലതുഭാഗത്തെ സ്ക്രീനിൽ കാണുന്നത് പോലെ കുട്ടികളെ ഒക്കെ ഇന്ന് പകൽ നമ്മൾ കണ്ടുവന്ന കാഴ്ചയാണ്. ഇങ്ങനെ ഈ രക്ഷാപ്രവർത്തകർ ഞാൻ സൂചിപ്പിച്ച ഇന്നലെ തയ്യാറാക്കിയ താൽക്കാലിക സംവിധാനത്തിലൂടെ. ഇന്ന് മഴയുണ്ടെങ്കിലും ഇന്നലത്തേതിനേക്കാൾ മഴ കുറഞ്ഞതുകൊണ്ടാണ് അവിടെയൊക്കെ കുറേയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ രക്ഷാപ്രവർത്തകർ ഓരോരുത്തരെയായി ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് ചൂരൽമലയിലേക്ക് എത്തിക്കുകയാണ്. ചൂരൽമലയിൽ നിന്നാണ് ഇവരെ ക്യാമ്പുകളിലേക്കും ആശുപത്രികളിലേക്കും ഒക്കെ മാറ്റുന്നത്. ഇന്നലെ ഈ കാണുന്ന ഭാഗമാണ്, അങ്ങോട്ട് ആ കരയാണ് ഒറ്റപ്പെട്ടു പോയത്. അവിടേക്ക് ആർക്കും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. അവിടെയാണ് പിന്നീട് വൈകുന്നേരത്തോടുകൂടി ഇപ്പോൾ ഇവരൊക്കെ കടന്നു പോകുന്ന ആ ഒരു താൽക്കാലിക സംവിധാനം രൂപപ്പെടുത്തിയത്. അതിലൂടെ ഇന്നലെ വൈകുന്നേരം മുതൽ രക്ഷാപ്രവർത്തകർ, അത് സൈന്യമാകട്ടെ, NDRF ആകട്ടെ, പോലീസാവട്ടെ, അഗ്നിശമന സേനാ വിഭാഗമാകട്ടെ, അതുപോലെ തന്നെ നാട്ടുകാരാവട്ടെ, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ, അങ്ങനെ എല്ലാവരും വളരെ വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ആളുകൾ കടന്നുപോയിട്ടാണ് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം, ഇന്നലെയുമല്ല മിനിഞ്ഞാന്ന് രാത്രി മുതൽ അവരുടെ പ്രദേശങ്ങളിലൊക്കെ കുടുങ്ങിപ്പോയ മനുഷ്യരാണിങ്ങനെ ഇപ്പോൾ തിരിച്ച് ജീവനും കയ്യിൽ കിട്ടിയ സാധനങ്ങളും ഒക്കെയായി കടന്നു വരുന്നത്. അവിടെയൊക്കെ ഞങ്ങളുടെ പ്രതിനിധികളോട് ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജോഷില നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ജോഷിലയുള്ളത് മേപ്പാടിയിലാണ് അല്ലേ? അവിടെ അല്പം മുമ്പ് മന്ത്രിമാർ വന്നു. അവിടെ ക്യാമ്പിലുള്ള ആളുകൾ അവർ കടന്നു വന്ന ആ ഒരു ഭീതിതമായ അനുഭവമൊക്കെയാണോ മന്ത്രിമാരോട് സംസാരിച്ചത്? ഇവർക്ക് അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ എത്രമാത്രമുണ്ട് എന്ന് മന്ത്രിമാർ നേരിട്ട് വിലയിരുത്തിയോ? അടിയന്തരമായി വേണ്ട നിർദ്ദേശങ്ങളും മറ്റും മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ക്യാമ്പ് അധികൃതർക്കും മറ്റും നൽകുകയുണ്ടായോ? തീർച്ചയായും ശരത്, അല്പസമയം മുൻപാണ് 4 മന്ത്രിമാർ ഇവിടേക്ക് എത്തിച്ചേർന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ്, രാജൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവർ ക്യാമ്പുകളിലെത്തി ക്യാമ്പുകളിലുള്ള അസൗകര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സൗകര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് നടത്തിയത്. മാത്രമല്ല, അവർ പറഞ്ഞ ഒരു കാര്യം, നേരിട്ട് ക്യാമ്പ് ഓരോ സ്ഥലത്തും ഓരോ ഉദ്യോഗസ്ഥരെയും, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കാനും അതുപോലെ ഓരോ മേഖലയിലെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കാനുമായി ഓരോ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് കീഴിലാണ് മറ്റെല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇതൊക്കെ ഏകോപിപ്പിക്കുന്നത്. ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും, അതായത് ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അത് രക്ഷാദൗത്യത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ മറ്റുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ഒരു കുറവും ആളുകൾക്ക് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സന്ദർശനം നടത്തി ഇവിടെയുള്ള
എല്ലാം സന്ദർശിച്ച് അവർ അന്നത്തെ ദുരന്തമുഖത്തിന്റെ കാര്യങ്ങൾ പോലും വിശദീകരിക്കുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ തന്നെ അന്ന് രക്ഷപ്പെട്ട ഉള്ള കണക്കുകളൊക്കെ തന്നെ ഇവർ നേരിട്ട് മന്ത്രിമാരോട് പറയുന്ന കാര്യമുണ്ടായി. മഞ്ചേരിയിലടക്കം ഹോസ്പിറ്റലുകൾ കഴിയുന്നവരെ കുറിച്ച് ബന്ധുക്കളടക്കം കരഞ്ഞു പറയുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ ഇവിടെയൊക്കെ തന്നെ മന്ത്രിമാർ നേരിട്ടെത്തി കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള അടക്കം പറഞ്ഞുകൊണ്ടാണ് തങ്ങളാൽ സാധ്യമാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കും എന്നുള്ളതും എന്ത് കാര്യത്തിലായാലും എന്ത് സാധ്യതകൾ നടത്തും, മനുഷ്യ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിമാർ ഇവിടെ നിന്നും പോയത്. എന്തായാലും മന്ത്രിമാർ ഇവിടെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്താനായി പോയിട്ടുണ്ട്. അല്പസമയത്തിനകം നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരും. അത് തിരിച്ചറിയാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശ്രീധന്യ IASന്റെ നേതൃത്വത്തിൽ ഇവിടെ ബന്ധുക്കൾ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ കാണും, ആളുകളെ തിരിച്ചറിയും. അതിനുശേഷം ഇവിടെ നിന്നും സംസ്കാരത്തിനായി കൊണ്ടുപോകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചിട്ടുണ്ട്. ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സജ്ജമാക്കി കഴിഞ്ഞു.